തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭാര്യാമാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി സംഭവത്തിൽ മരുമകൻ അനിൽ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഈ സംഭവത്തിന് കാരണമായി പോലീസ് പറയുന്നത്? ലിബീഷ്, ഇന്നലെ രാത്രി 11:30 ഈ സംഭവം ഉണ്ടായത്. ആറ്റിങ്ങലിലെ രേണുക അപ്പാർട്ട്മെന്റിലായിരുന്നു കൊലപാതകം നടന്നത്. ഭാര്യ മാതാവിനെ യുവാവ് തലക്കടിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായത്. ഇവരുടെ മൂത്ത മകൾ, അതായത് ഈ കൊല്ലപ്പെട്ടത് ആറ്റിങ്ങൽ സ്വദേശിയായുള്ള പ്രീതയാണ്. പ്രീതയുടെ മൂത്ത മകളുടെ ഭർത്താവാണ് അനിലാണ് ഈ അപ്പാർട്ട്മെന്റിലെത്തി, ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയത്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പ്രീതയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ പ്രീതയുടെ ഭർത്താവ് ബാബുവും ഒത്താണ് ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ 4 മാസമായി പ്രീതയും മകളും അനിലും തമ്മിൽ വിവാഹമോചന കേസ് കോടതിയിൽ നടന്നു വരികയായിരുന്നു. പ്രീതയുടെ മകളും അനിലും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വിവാഹമോചനത്തിന്റെ സാഹചര്യം എത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് അനിൽ ഈ പ്രീതയെ ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും അനിലിന്റെ ഭാര്യയും 2 കുട്ടികളുമായി നിലവിൽ പള്ളിപ്പുറത്തുള്ള ഫ്ളാറ്റിലാണ് താമസം. എന്നാൽ ഈ ഒരു പ്രശ്നത്തിനിടയിൽ ഭാര്യാമാതാവിന് ഇതിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പലതവണ പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തലയ്ക്ക് ചുറ്റിക അടിച്ച് വീഴ്ത്തിയത്. ഏതായാലും ഇപ്പോൾ പ്രീത മരണപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് ബാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേരെയും ഇയാൾ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദിബീഷ്. ശരി വിഷ്ണു. ആറ്റിങ്ങലിൽ ഭാര്യാമാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മരുമകൻ അനിൽ പോലീസ് കസ്റ്റഡിയിൽ.